ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ എണീച്ച് ചപ്പാത്തിയും ചന മസാല കറിയൊക്കെ കൂട്ടി അതിനുശേഷം ഇതാ നമ്മുടെ കുഞ്ഞിക്കണ്ണനെയൊക്കെ തൊഴുത് നേരെ നമ്മൾ പോയത് ഒരു അമ്പലത്തിലേക്കാണ്. അങ്ങനെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. അമ്പലത്തിൻ്റെ പുറത്ത് ഇതുപോലെ പൂജാ സ്റ്റോറൊക്കെ ഉണ്ട്. അവിടെ പൂക്കളും പിന്നെ തേങ്ങയും അങ്ങനെ അഭിഷേകം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ഇതാ ഈ കാണുന്ന മതിലില്ലേ, ആ മതിലിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ അമ്പലം. അങ്ങനെ ഇത് നമ്മൾ അഭിഷേകം ചെയ്യേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നമുക്ക് അമ്പലത്തിനകത്തേക്ക് പോകാം. അപ്പോൾ പ്രവേശിക്കുന്നതിന് മുന്നേ നമുക്കിവിടെ കാല് കഴുകാം. ഇവിടെ പൈപ്പും വെള്ളവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ അഭിഷേകം ചെയ്യാൻ വേണ്ടി മഞ്ഞൾ കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാഗദേവത്തിനെ അഭിഷേകം ചെയ്യാം. അങ്ങനെ അഭിഷേകമൊക്കെ ചെയ്തു. ഇനി നമുക്ക് അമ്പലത്തിനുള്ളിലേക്ക് അടക്കാം. അപ്പം നമുക്കിവിടെ നന്ദിയെ കാണാം. നന്ദിയെ തൊഴുതു. അതിനുശേഷം ഇവിടെ ഒരു ശിവലിംഗമുണ്ട്. ഇവിടെ ഒരു കുടത്തിൽ നിറയെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ആ വെള്ളം നമുക്ക് ശിവലിംഗത്തിലേക്ക് സമർപ്പിക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ നമ്മൾ ഒരു പാക്കറ്റ് പാലും വാങ്ങിയിരുന്നു. അങ്ങനെ പാലും നമ്മൾ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്തു. അങ്ങനെ ഈ അമ്പലത്തിൽ നിന്ന് നമുക്കൊരു പ്രസാദം കിട്ടി. അപ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചു. ഇവിടുന്ന് നമ്മൾ നേരെ പോയത് അയ്യപ്പൻ്റെ അമ്പലത്തിലേക്കാണ്. അങ്ങനെ ഇത് അയ്യപ്പൻ്റെ അമ്പലത്തിലൊക്കെ പോയി അവിടുന്ന് പ്രാർത്ഥിച്ച് തൊഴുതു. അതിനുശേഷം നമ്മൾ ഹനുമാൻജിയുടെ അമ്പലത്തിലേക്കാണ് പോയത്. അപ്പോൾ അവിടെയും ഇങ്ങനെ പൂക്കളും ഒക്കെ വിൽക്കുന്ന ഒരു ചെറിയ സ്റ്റോൾ പോലെ ഉണ്ടായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ ഉൾഭാഗമാണിത്, ഹനുമാൻ അമ്പലം. അപ്പോൾ ഇതാ നല്ല രസമില്ല അതിനുള്ളിലൊക്കെ കാണാൻ. അങ്ങനെ ഇവിടെ ഒരു മണി ഉണ്ടായിരുന്നു. അതും മുട്ടി ദൈവത്തിനോട് നല്ലോണം പ്രാർത്ഥിച്ചു. ഇത് കണ്ടു, നല്ല ഭംഗിയില്ലേ? അവിടുത്തെ കാണിക്ക വഞ്ചിയാണിത്. അങ്ങനെ ഇതാ നമ്മൾ അതിന് ശേഷം പുറത്തിറങ്ങി ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് ലൈം ജ്യൂസ് കുടിച്ചു. പിന്നെ നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ ഉച്ചയായി. നല്ല ചക്കയുണ്ടായിരുന്നു, പിന്നെ നല്ല കിടിലൻ ചെമ്മീൻ കറി ഉണ്ടായിരുന്നു, ചക്ക ഉണ്ടായിരുന്നു, പിന്നെ ഇതാ ചെമ്മീൻ ഫ്രൈ, വലിയ ചെമ്മീനായിരുന്നു, പിന്നെ പപ്പടം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് നമ്മളിതാ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല അലങ്കാരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു അമ്പലത്തിൽ. അപ്പോൾ അങ്ങനെ അടുത്തുള്ള ഒരു ദേവിയുടെ അമ്പലത്തിലൊക്കെ പോയി അവിടെ ഇങ്ങനെ ഇതാ തൊഴാൻ പോവുകയാണ്. അതിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കളമൊക്കെ വരച്ചിട്ടുണ്ട്, കോലം ഇട്ടിട്ടുണ്ട്. ഫുൾ ഡെക്കറേഷനാണ്, ലൈറ്റ്സും പിന്നെ കുറേ പൂക്കളും. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തത്തെ കാഴ്ചകൾ അമ്പലത്തിൽ. ഇനി നമുക്ക് അമ്പലത്തിനുള്ളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് അവിടുത്തെ പ്രതിഷ്ഠ, ദൊഡ്ഡമ്മ. അങ്ങനെ നമ്മൾ അവിടെ പ്രാർത്ഥിച്ചു. ഇനി നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ അവിടുന്ന് ബസ് കയറി. ഇനി നമ്മൾ പോകുന്നത് ഒരു ഹനുമാന്റെ ടെമ്പിളിലേക്കാണ്. അപ്പം അവിടേക്കുള്ള യാത്രയാണിത്. ഇതാ വഴി നിറയെ വാഹനങ്ങളും ബ്ലോക്കും ട്രാഫിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ദൂരെ നിന്നുള്ളൊരു കാഴ്ചയാണ് ഹനുമാൻജിയുടെ. അതിനു മുന്നേ നമ്മളിതാ വേറെ ഒരു അമ്പലത്തിൽ കയറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നല്ല ഭംഗിയുള്ള അമ്പലമായിരുന്നു, വലിയൊരു അമ്പലമായിരുന്നു, നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ചുമരിൽ പല കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു അമ്പലം ഞാൻ കാണുന്നത്. നല്ല പ്രത്യേക ഒരു ഭംഗി തന്നെ ആയിരുന്നു. ഞാൻ ഇതുവരെ ഇതുപോലെയുള്ള ചുമർ ചിത്രങ്ങളും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ. വളരെ ഭംഗിയായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ തൊഴുതു. ഇനി നമ്മൾ പുറത്തേവിടെ നമുക്ക് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ ആ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള മറ്റൊരു അമ്പലമാണിത്. ഇവിടെ ഹനുമാൻജിയുടെ വലിയൊരു വിഗ്രഹം തന്നെ ഇവിടെ പണിതിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ഹൈറ്റിലായിരുന്നു അതുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ നോക്കി നിന്നു. അങ്ങനെ നമ്മുടെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാം. അതിനുവേണ്ടി നമ്മൾ എംപയർ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഇവിടെയാണെങ്കിൽ ഈ ഹോട്ടൽ പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ഫോട്ടോ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പഴയ കാലത്ത് പണ്ട് കാലത്ത് എടുത്ത ഫോട്ടോ ആണിത്. അപ്പോൾ ആ ഫോട്ടോയിൽ നിന്നും കണ്ട ഹോട്ടൽ ഇപ്പം ഈ ഒരു നല്ലൊരു വലിയൊരു ഹോട്ടലായി മാറിയിരിക്കുകയാണ്.
അവിടെ നമുക്ക് കിച്ചണിലെ CCTV ക്യാമറ വിഷ്വൽസൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കൊണ്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ അവിടുത്തെ മെനു ഒക്കെ നോക്കി നമ്മളങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഫുഡ് നല്ല കിഡിലും ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ്, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ റുമാലി റൊട്ടി, പിന്നെ അതുപോലെ തന്നെ ഗ്രിൽ ചിക്കൻ, പിന്നെ ചിക്കൻ കറി, ഗീ റൈസ് ഇതൊക്കെയായിരുന്നു വാങ്ങിയത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉമ്മയൊക്കെ നിറഞ്ഞ് നമ്മളിങ്ങനെ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുറത്തത്തെ വ്യൂ നല്ല ക്ലിയറായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു വലിയൊരു ഗ്ലാസ് വിൻഡോ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം പുറത്തത്തെ കാഴ്ചകളൊക്കെ നോക്കി നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു പുറത്ത്. അങ്ങനെ അതൊക്കെ കണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിനി ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഈ ഒരു ദിവസത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി നാളത്തെ കാഴ്ചകൾ കാണാം. എന്ന് വെച്ചാൽ തൊട്ടടുത്ത ദിവസം രാത്രി നമ്മൾ ഇങ്ങനെ ഡോമിനോസൊക്കെ പിസയൊക്കെ ഓർഡർ ചെയ്തു. അതിനുശേഷം ഇതാ നമ്മളിനി ഓരോരോ പിസയെ കഴിക്കുകയാണ്. ഇതിൻ്റെ ഓരോരോ പേരൊക്കെ ഉണ്ട്, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ എല്ലാം കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പനീറിൻ്റെ പിസ്സ ഉണ്ടായിരുന്നു, പിന്നെ വേറെ ചിക്കൻ്റെ ഏതൊക്കെയോ പിസ്സയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ കൊക്കക്കോളയൊക്കെ കുടിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ദിവസം നമ്മൾ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അത്യാവശ്യം മഴയൊക്കെയുള്ള ദിവസമായിരുന്നു. രാവിലെയൊക്കെ മഴയുണ്ടായിരുന്നു, വൈകുന്നേരം മഴയുണ്ടായിരുന്നു, വൈകുന്നേരം നല്ല മഴയായിരുന്നു. അപ്പോൾ ഇതാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ. അങ്ങനെ നമ്മളിതാ ബാംഗ്ലൂരിൽ നിന്നും ബസ് കയറി നമ്മളിപ്പോൾ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.